ഒരു കാര്യം നമ്മൾ ഈ ബാലവേദി അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. മുമ്പ് ബാലവേദി എന്ന് പറയുന്നത് ഒരു എളുപ്പമായ സംഗതിയായിരുന്നു. അങ്ങനെ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ അങ്കമാലിയിൽ നിന്ന് പ്രദീപൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയൊന്നും എളുപ്പമൊന്നല്ല. പണ്ടത്തെ പോലെ ഈ കഞ്ഞി പെട്ടെന്ന് വേവില്ല. അത് നമ്മൾ തിരിച്ചറിയണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായി വരുന്നൊരു മാറ്റമുണ്ട്. അത് സമൂഹത്തിലും കുട്ടികളിലും. ഈ മാറ്റത്തെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് നമുക്ക് കുട്ടികളുടെ ഈ കൂട്ടായ്മയെ സംഘടിപ്പിക്കാനാവുക. 1978 ഫെബ്രുവരി മാസം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 15ാമത് വാർഷികം നടന്നു. ആകസ്മികമെന്നോണം അത് നടന്നത് കോട്ടയം CMS-ലാണ്. കോട്ടയം CMS കോളേജിലാണ് പരിഷത്തിന്റെ 15ാമത് വാർഷികം 1978 ഫെബ്രുവരി നടക്കുന്നത്. ആ വാർഷികത്തിൽ വച്ചാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യുറീക്ക ബാലവേദികൾ രൂപീകരിക്കണമെന്ന തീരുമാനമെടുക്കുന്നത്. നോക്കൂ, അതേ ക്യാമ്പസിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ശാസ്ത്രാവബോധ പ്രവർത്തനത്തിന്റെ കാമ്പായി നിൽക്കേണ്ടത് ബാലവേദി പ്രവർത്തനമാണ് എന്ന് സംഘടന തീരുമാനമെടുക്കുന്നത്. അത് ചില ആകസ്മികതയാണെന്ന് തോന്നാം. പക്ഷേ നാം ഇത്രയും കാലം പിന്നിട്ടിട്ടും നാം കുട്ടികളുടെ രംഗത്തെ പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി ഏറ്റെടുക്കണമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ കാര്യമാണ് നാം നമ്മുടെ ചുറ്റുവട്ടത്തെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുക. അങ്ങനെ നമ്മുടെ മാറുന്ന കാലത്തെ പരിശോധിക്കണം. ആ മാറുന്ന കാലത്തെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് നമുക്ക് കുട്ടികളുടെ രംഗത്ത് എങ്ങനെ ഇടപെടണമെന്ന് തീരുമാനിക്കാനാവുക. അപ്പോഴാണ് ഒരുപക്ഷെ പഴയ പാടിപ്പതിഞ്ഞ പാട്ടുകൾ അതുപോലെ ഇവിടെ പ്രയോഗിക്കാനാവില്ല എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ പ്രസക്തമാകുക. പക്ഷെ അപ്പൊ CR പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. പക്ഷെ മൗലികമായി ചില ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിർവഹിച്ചേ മതിയാവും. ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് 1993 ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച ബാലവേദി കൈപ്പുസ്തകമാണ്. 2024 ഈ ക്യാമ്പിന് ശേഷം ഒരു കൈപ്പുസ്തകം നിങ്ങളുടെ കയ്യിലെത്തും. അന്ന് ഞാൻ ഈ കൈപ്പുസ്തകത്തിൽ എഴുതിയ ഒരു കുഞ്ഞ് ഖണ്ഡിക ഇവിടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ ഒന്ന് വായിക്കാം. ബാലവേദി എന്ത് എന്തിന് എന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ഇങ്ങനെ എഴുതിയിരുന്നു അന്ന്: ശാസ്ത്രബോധവും മനുഷ്യസ്നേഹവും വളർന്ന് വികസിക്കത്തക്ക രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഔപചാരിക വിദ്യാഭ്യാസം എന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല. വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നും ജിജ്ഞാസയും ചോദ്യം ചോദിക്കാനുള്ള പ്രവണതയും അപ്രത്യക്ഷമായിക്കൊണ്ടേയിരിക്കുന്നു. ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ചട്ടക്കൂടിന് പുറത്തു നിന്നുകൊണ്ട് കുട്ടികൾക്ക് ഹൃദ്യമായ പഠന പ്രവർത്തനങ്ങളിലൂടെ ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ വ്യക്തിത്വ വികസനം സാധ്യമാക്കുകയാണ് ബാലവേദി കൊണ്ട് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ പാരഗ്രാഫ് കാലഹരണപ്പെട്ടതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? മാറിയ കാലത്ത് ഇത് ഏറ്റവും പ്രസക്തമാകുന്നു എന്ന തിരിച്ചറിവാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 61ാം സംസ്ഥാന വാർഷികം ചുമതലയൊഴിഞ്ഞ ഒരു ജനറൽ സെക്രട്ടറിയോട് ബാലവേദിയുടെ കൺവീനറാകാൻ ഈ സംഘടന ആവശ്യപ്പെട്ടത്. പരിഷത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 2 വർഷം ഈ സംഘടനയെ ചുമതലയേറ്റ് നയിച്ച പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി ഈ വർഷം ബാലവേദിയുടെ ചുമതലയേൽക്കുന്ന ബാലവേദി കൺവീനറാണ്. ബാലവേദിയുടെ ഒരു ഉപസമിതിയുടെ കൺവീനർ. നോക്കൂ, ഇത് 93 ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലേക്ക് കടന്നു വന്നത്
സയൻസ് ഫോറം പ്രവർത്തകനായിട്ട് 87കളിലാണ്, 86, 87ലാണ്. പിന്നീടാണ് സാക്ഷരതാ പ്രവർത്തനത്തിലൂടെ ഞാൻ പരിഷത്തിനെ കൂടുതൽ അറിയുന്നതും പരിഷത്തിന്റെ ഭാഗമാകുന്നതും. അന്ന് ഞാൻ ഏറ്റെടുത്ത പ്രവർത്തനം ബാലവേദിയാണ്. അതുകൊണ്ട് അന്ന് എനിക്ക് കിട്ടിയ കൈപ്പുസ്തകം ഞാൻ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു മാർഗദീപമായി. നോക്കൂ, അപ്പൊ 93-ൽ ഒരു ബാലവേദി പ്രവർത്തകനായി ഞാൻ വന്നു നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് എത്രയോ മാറി ബാലവേദിയും കുട്ടികളും സമൂഹവും. പക്ഷേ ഇന്നും ഈ ബാലവേദി കൈപ്പുസ്തകത്തിന്റെ ഈ ഖണ്ഡികയാണ് ഒരു വെളിച്ചമായി നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ പാടുന്ന പാട്ടിന് മാറ്റമുണ്ടാകാം. എന്തുകൊണ്ട് 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 മാനത്തു മാരിവില്ലെന്തുകൊണ്ട് താരങ്ങൾ മിന്നുന്നതെന്തുകൊണ്ട് തുമ്പപ്പൂവെന്റെ വെളുത്തിരിക്കാൻ ചെമ്പരത്തിപ്പൂ ചുവന്നിരിക്കാൻ എന്തുകൊണ്ട് 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 എന്തുകൊണ്ട്. ഈ പാട്ടിന്റെ ഈണത്തിന് ഇന്ന് വലിയ പ്രസക്തി ഉണ്ടാകും എന്ന് ഞാൻ തോന്നുന്നില്ല. ഇതൊരു പക്ഷേ നമ്മുടെ കുട്ടികളെ അങ്ങനെ ത്രസിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ നമ്മളുടെ ഈ കഴിഞ്ഞ ജനനവ ക്യാമ്പയിൻ, ആ ക്യാമ്പയിനിൽ ഒരു കലാജാഥ ഉണ്ടായിരുന്നു. പണ്ട് നമ്മുടെ വൈപ്പിലെ മീരയൊക്കെ സിന്ധു ഒക്കെ ചങ്ക് പൊട്ടിപ്പാടി അവതരിപ്പിച്ച ഞാൻ സ്ത്രീ സീതയൊക്കെ കണ്ട് കരഞ്ഞ മനുഷ്യരുടെ മുമ്പിലാണ് ഷീ ആർക്കൈവ് അവതരിപ്പിച്ചത്. ചടുല താളങ്ങളോടുകൂടി ആ പെൺകുട്ടികൾ, ചെറുപ്പക്കാർ വേദി കൈയടക്കിയപ്പോ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാജാഥയുടെ ഒരു യുഗം അവസാനിച്ചു എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഞാൻ ഈ ഷീ ആർക്കൈവിന്റെ നമ്മളതിന് മുമ്പ് ഒരു ട്രെയിലറൊക്കെ പോലെ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിച്ചിരുന്നു. അപ്പൊ എന്റെ മോള് അവള് പണ്ടൊരു കലാജാഥയിൽ കുട്ടികളുടെ കലാജാഥ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ എന്നെ അടുത്ത് പറഞ്ഞു, അതെ ഈ പരിഷത്തുകാരൊക്കെ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടാൻ അറിയൂ. ഞാൻ പറഞ്ഞു, എന്ത് പാട്ട്? ഇത് പരിഷത്തിന്റെ പാട്ടൊക്കെ അല്ലേ ഇപ്പൊ യൂട്യൂബില് നവമാധ്യമങ്ങളൊക്കെ തരംഗമായിരിക്കുന്നത്. അപ്പൊ എന്നോട് അവൾ പറഞ്ഞു, എനിക്ക് ആ പേര് ഇപ്പോഴും ഓർക്കുന്നില്ല, ഞാനിപ്പോ മേരിട്ടെന്ന് ചോദിച്ചു. അന്ന് അതിന് സംഗീതം കൊടുത്ത ആളുടെ പേര് അവക്ക് പകല് പോലെ വ്യക്തമാണ്. എനിക്കറിയില്ല. ഞാൻ നമ്മുടെ VKS, നമ്മുടെ കരിവള്ളൂര്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിചിത വൃന്ദങ്ങളിലുള്ള പാട്ടുകാരും പാട്ട് ഈണം നൽകുന്നവരും എഴുത്തുകാരും ഒക്കെ. അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഒരു പാട്ടിന്റെ ലോകം, ചെറുപ്പക്കാരെയൊക്കെ വലിച്ചടിപ്പിക്കുന്ന ഒരു പുതിയ പാട്ടിന്റെ ഈണം, ശീലുകൾ. അത് പക്ഷേ ഉള്ളടക്കത്തിൽ പറഞ്ഞത് ഞാൻ സ്ത്രീയിലും സീതയിലും പറഞ്ഞ കാര്യത്തിന്റെ പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളല്ലേ പറഞ്ഞത്? അല്ലേ പറഞ്ഞത്? സ്ത്രീപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള വർത്തമാനമല്ലേ നമ്മൾ സീതയിലും പറഞ്ഞത്, ഷീ ആർക്കൈവിലും പറഞ്ഞത്. പക്ഷെ പറയുന്നത് എങ്ങനെ എന്നുള്ളത് പ്രധാനമാണ്. അത് നമുക്ക് ആലോചിക്കേണ്ടതാണ്. കുട്ടികൾ സ്വീകരിക്കുന്ന ബാലവേദിയായി മാറണമെങ്കിൽ മാറേണ്ടി വരും ബാലവേദിയുടെ അലകും പിടിയും ഒക്കെ. പക്ഷേ അതിന്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കേണ്ട ഒരു ഉള്ളടക്കമുണ്ട്. അതിന് മാറ്റമില്ല. അത് മാറിയാൽ പിന്നെ നാം മാറും. അത് മാറ്റാനാണ് ഇവിടെ വലിയ ശ്രമങ്ങൾ നടക്കുന്നത്. 5000 ബാലവേദികൾ ഉണ്ടാക്കാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ഇപ്പോഴും പറയാൻ ധൈര്യമില്ല. ഉണ്ടോ? ധൈര്യമില്ലെന്ന് പറയാൻ എന്ത് എളുപ്പമാണ്. എത്ര തലയാടിയത്. 5000 ബാലവേദികൾ ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാനുള്ള ചങ്കുറപ്പ് കാണിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ അപ്രസക്തരാകും. നിങ്ങൾ എന്തു അപ്പൊ അവിടെ ചെയ്യാൻ പോണു? ഒന്നും ചെയ്തിട്ട് കാര്യം അല്ലെ? അങ്ങനെ തോന്നണ്ടേ നമുക്ക്? ഞാൻ പറഞ്ഞത് സംഘടന പറയുന്നു 2000 ബാലവേദി എന്ന്. നമ്മൾ പറയുമോ 5000 ബാലവേദി എന്ന്? പറയാൻ നിങ്ങൾക്ക് നാവുയരണം. എങ്കിലേ ഈ കാലത്തെ അതിജീവിക്കാൻ നമുക്ക് പറ്റൂ. എൻ്റെ കുടുംബക്കാരനായ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു, പൗവത്തിൽ തിരുമേനി. പൗവത്തിൽ തിരുമേനി ഒരിക്കലും ഒരു സന്ദേശം കൊടുത്തു അദ്ദേഹത്തിന്റെ ഇടവാംഗങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള മനുഷ്യർക്ക്. നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കണം, അത്രേ പറഞ്ഞോളൂ. അല്ല, വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കണം. അതിന്റെ അർത്ഥം എന്താണ്?
ഈ പള്ളിക്കൂടങ്ങൾ നമുക്ക് മാത്രമാണ് എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ പള്ളിക്കൂടത്തിൽ പഠിച്ചോളണം, ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ പള്ളിക്കൂടത്തിൽ പഠിക്കണം എന്ന് പറയുന്നതിന്റെ മറ്റൊരു പാഠഭേദം നിങ്ങളുടെ കുട്ടികൾ ഈ വിദ്യാലയത്തിൽ പഠിക്കേണ്ടതില്ല എന്നുകൂടിയാണ്, അല്ലേ? അതങ്ങനെ തിരിച്ചറിയുമല്ലോ. നോക്കൂ, അങ്ങനെ കുട്ടികളുടെ ഒരു കൂട്ടായ്മയെ ഉണ്ടാക്കിയെടുക്കാനുള്ള വലിയ ശ്രമം കേരളത്തിൽ നടക്കുകയാണ്. അതിനെല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു ഭരണകൂട സംവിധാനം ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. ഇത്തരം ഒരു കാലത്താണ് നാം 2000 ബാലവേദികൾ ഈ ജൂൺ 1 കൂടി രൂപീകരിക്കാനാകണം എന്നാഗ്രഹിക്കുന്നത്. ഒരു അത്യാഗ്രഹമായിട്ട് തോന്നുന്നുണ്ടാവും, പിന്നെ എവിടെ നടക്കാൻ എന്ന് വിചാരിക്കുന്ന മനസ്സുകൾ ഉണ്ടാവും. പക്ഷെ നാം ഈ കാലത്താണ് ജീവിക്കുന്നതെങ്കിൽ, ഈ കാലത്തിന്റെ ആളൽ നമുക്ക് നമ്മുടെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ വന്ന് മുട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് 2000-ൽ ഒതുക്കാനാവില്ല, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാനാവണം. ബാലവേദി ഉള്ളടക്കത്തെ നമുക്ക് എങ്ങനെയാണെങ്കിലും രൂപപ്പെടുത്താം. പക്ഷേ അത് വേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു മനോഭാവമില്ലേ, ആ മനോഭാവമാണ് ആദ്യം ഉണ്ടായി വരേണ്ടത്. ഈ ബാലവേദി ക്യാമ്പ് കൊണ്ട് നിങ്ങൾ എന്ത് നേടി എന്നത് എനിക്ക് തോന്നുന്നത്, ഞങ്ങൾ ബാലവേദി ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്നതാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം അത്ര എളുപ്പമുള്ള തീരുമാനമല്ല എന്നതുകൊണ്ടാണത്. കാരണം കുട്ടികളെ ഒറ്റപ്പെട്ട തുരുത്തുകളാക്കി മാറ്റാനുള്ള എല്ലാ പണികളും ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് പരിസ്ഥിതി പ്രവർത്തനം നടത്താം, നിങ്ങൾക്ക് കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനം നടത്താം, നിങ്ങൾക്ക് സ്ത്രീകളുടെ പ്രവർത്തനം ഇവിടെ നടത്താം, നിങ്ങൾക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾ ഇവിടെ നടത്താം. പക്ഷേ എല്ലാം ഈ കുടക്കീഴിൽ മാത്രം. ആ കുടക്കീഴിൽ നിങ്ങൾക്ക് എല്ലാത്തിനും അവസരമുണ്ട്. അങ്ങനത്തെ അനവധി കുടകൾ ഇന്ന് കേരളത്തിൽ ഇങ്ങനെ വിരിച്ചു വച്ചിരിക്കുകയാണ്. അതിന് പലതരം പേരുണ്ടെന്ന് മാത്രം. ഒരു കുടയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ പൗത്രി തിരുമേനി നിവർത്തി വെച്ച കുട. അതുപോലെ എത്രയെത്ര കുടകൾ അതിന്റെ കീഴിൽ എല്ലാം ഉണ്ട്. എല്ലാത്തിനും അവിടെ അവസരമുണ്ട്. വിപ്ലവത്തിന് വരെ അവിടെ അവസരമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകരുതെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒറ്റപ്പെട്ട തുരുത്തുകളായി നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് ഒരു വിശാലമായ ആകാശ കുടയെ കാണിച്ചു കൊടുക്കണ്ടേ ഈ കുട്ടികൾക്ക്? അങ്ങനെയുള്ള ഒരു മനോഗതിയിലേക്ക് ഒരു സമൂഹത്തെ സൃഷ്ടിക്കണ്ടേ നമുക്ക്? അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അത് ഏറ്റവും കാമ്പായി നിൽക്കേണ്ടത് ചോദ്യം ചെയ്യുന്ന ഒരു കുട്ടിയെ ഉണ്ടാക്കുക എന്നതാണ്. ചോദ്യം ചെയ്യുന്ന മനസ്സുകളുള്ള കുട്ടികൾ ഉണ്ടാകുക എന്നതാണ്. അവർ പലതും കാണാത്തത് കാണാനുള്ള കഴിവുണ്ടാക്കുക എന്നതാണ്. പലപ്പോഴും നമ്മുടെ ബാലവേദി, മുൻകാല ബാലവേദികളൊക്കെ ഒരു ബാലവേദി ആ ബാലവേദി കൊണ്ട് അവസാനിക്കും. അടുത്ത ബാലവേദി വേറൊരു ബാലവേദിയായിട്ട് തുടങ്ങാം. അങ്ങനെ ഇതിനൊരു തുടർച്ച ഉണ്ടാകണം, ഒരു നൈരന്തര്യം ഉണ്ടാകണം. ഓരോ ബാലവേദിയും ഒരു ആശയത്തിന്റെ തുടർച്ചയായി മാറണം. അല്ലാതെ ഒരു പാട്ടിലും കളിയിലും ഇപ്പൊ നമ്മളൊക്കെ പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കൂട്ടുകാരെ എന്തോന്നൊരു വിളി കേൾപ്പിക്കും, അതോടുകൂടി നമുക്ക് വലിയ സന്തോഷമായി. പിന്നെ നമ്മളൊരു കഥ പറയും, ആ കഥയായിട്ട് ബന്ധമില്ലാത്ത വേറൊരു കളി പറയും, പിന്നെ അതില്ലാതെ വേറെ എന്തെങ്കിലും പറയും. കുട്ടികൾക്കൊക്കെ രസിച്ചു, നമ്മൾ പിരിഞ്ഞു. അടുത്ത പ്രാവശ്യം വീണ്ടും രസിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാലവേദി. കുട്ടികളെ നിരന്തരം രസിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്ന ദൗത്യമാണ് പലപ്പോഴും നമ്മുടെ ബാലവേദികൾ നിർവഹിച്ചിരുന്നത്. ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത് അങ്ങനെ രസിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് സമൂഹത്തെ കാണാൻ, നല്ലൊരു സമൂഹത്തെ ലക്ഷ്യം വെക്കാൻ, അത്തരമൊരു സാമൂഹ നിർമ്മിതിയിൽ ഒരു കുട്ടിക്കും ഒരു പങ്കുണ്ടെന്ന് അധികം വൈകാതെ ഒരു കുട്ടി തിരിച്ചറിയും. അങ്ങനെ നമ്മുടെ ബാലവേദി ഉള്ളടക്കത്തെ നമുക്ക് മാറ്റാനാവണം. അവിടെയാണ് നാം ശാസ്ത്രബോധത്തിന്റെ ഉള്ളടക്കത്തെ കുട്ടികളുടെ ജീവിത ബോധ്യമാക്കി മാറ്റാൻ ശ്രമിക്കുക. നോക്കൂ, ഇതിപ്പോ നമ്മുടെ ബാലവേദി ചെയ്യുന്നത് ഒരു ഭരണഘടനാ ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്, ഒരു സംശയമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് ഒരു ഭരണഘടനാ ദൗത്യമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A 7-ാമതായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ശാസ്ത്രബോധവും അന്വേഷണ തൃഷ്ണയും മാനവികതയും വളർത്തുക. ആ ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഈ പിള്ളേരുടെ പാഠപുസ്തകമൊക്കെ ഇങ്ങനെ അച്ചടിക്കുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഇന്നറിൽ ഈ ആർട്ടിക്കിൾ 51A അച്ചടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷേ പുസ്തകം പുതുതായിട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, പിള്ളേർ ഇത് അട്ടിയിട്ട് മറയ്ക്കും. അങ്ങനെ കുട്ടികൾ ഇന്ന് പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അട്ടിയിട്ട് മറയ്ക്കുന്നത് ഈ ആർട്ടിക്കിൾ 51A ആണ്.
അങ്ങനെ കുഞ്ഞൊരിക്കലും ഈ ആർട്ടിക്കിൾ 51 കാണുന്നില്ല. ടീച്ചറൊട്ട് അട്ടി പൊളിക്കാനും പറയാറില്ല. ഇനിയിപ്പോ അട്ടി ഇടുവാൻ വേണ്ട, പൊളിക്കുകയും വേണ്ട. ഇനി അത് അച്ചടിക്കാൻ പോണില്ല. പണി തീർന്നില്ല, പ്രശ്നം തീർന്നില്ലേ? ഇനി അച്ചടിക്കലില്ലെന്ന്. കുഴപ്പമില്ല. ആർട്ടിക്കിൾ 51A അധികം വൈകാതെ ഭരണഘടനയുടെ ഭാഗമല്ലാതാകുന്ന ഒരു കാലം വരെയാണ്. അവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ശാസ്ത്രബോധത്തെയാണ്, അന്വേഷണ തൃഷ്ണയെയാണ്, മാനവികതയാണ്. അതിനെയാണ് അവർ ഭയക്കുന്നത്. നാം അതിനു വേണ്ടിയാണ് പണിപ്പെടുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ബാലവേദി ക്യാമ്പിൽ നമ്മൾ 50 പേരെയൊക്കെയാണ് പരമാവധി, ഒരു 40 പേരൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ പങ്കാളിത്തം വർദ്ധിക്കുന്നത്. ഈ ആളെ നെറ്റി തുടങ്ങിയിട്ടുണ്ടല്ലേ അല്ലേ? വന്ന് മുട്ടിട്ടെന്ന് വിചാരിക്കും. തീർച്ചയായും അത് ശുഭസൂചനയാണ്, ഒരു നല്ല ലക്ഷണമാണ്. നോക്ക്, ഇത് നമുക്ക് തോന്നണം. കാരണം നാം ഒരു നാടിന്റെ നിലനിൽപ്പ് മാത്രമല്ല, നാടിന്റെ നാളെയെ കൂടി കരുതിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. മുമ്പ് ഞാൻ വായിച്ച ആ ബാലവേദി പ്രവർത്തനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളുടെ ഉള്ളടക്കങ്ങൾ ഈ ശാസ്ത്രബോധ പ്രവർത്തനത്തിന് സഹായകരമാവുന്ന നിലയിലല്ല ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് സ്കൂളിന് പുറത്ത് നമ്മളൊരു ബാലവേദി ഉണ്ടാക്കണം എന്നാണ് അന്ന് പറഞ്ഞത്. അതിന്ന് തിരുത്തണം. അന്ന് ഈ സ്കൂളിനകത്തേക്കും ഇത് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം എല്ലാവരുടെയും. പക്ഷെ ഇന്നോ സ്കൂളിനകത്തത് വരരുത് എന്ന് തീരുമാനിക്കുന്ന ഭരണകൂടം ഉണ്ടായി വരുന്നു. അതുകൊണ്ട് ഡാർവിനെ കീറിക്കളയുന്നു. അല്ലെ, ഡാർവിൻ ദശാവതാര സിദ്ധാന്തം പരിണാമം വിശദീകരിക്കാൻ ശ്രേഷ്ഠമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം? ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണെങ്കിൽ ഈ അല്ലറ 118 മൂലകങ്ങൾ നമ്മുടെ ടീച്ചർ ഇപ്പൊ ഇവിടെ പരീക്ഷണത്തിലൂടെ അവതരിപ്പിക്കും. അപ്പോ ഇതൊക്കെ എന്തിനാ 118 മൂലകങ്ങൾ? നോക്കൂ, അങ്ങനെ ഒരു പുതിയ ശാസ്ത്രബോധം ഉണ്ടാക്കുകയാണ്. അവിടെയും ശാസ്ത്രമാണ് പഠിപ്പിക്കുക. നോക്കൂ, അവിടെ ശാസ്ത്രം എന്നാൽ ശാസിക്കപ്പെടുന്നത് എന്ന ബോധ്യത്തിലാണ്. അപ്പൊ ശാസ്ത്രബോധം എന്നത് ശാസിക്കപ്പെടുന്നത്, അനുശാസിക്കപ്പെടുന്നത് ഒരു തലമുറയോട് പറയുകയും അത് തലമുറകൾ ഒരെതിരുമില്ലാതെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ സ്വപ്നം കാണുന്ന പാഠപുസ്തകങ്ങൾ ഇപ്പോൾ ഉണ്ടായി വരികയാണ്. അവിടെയാണ് ശാസിക്കപ്പെടുന്ന ശാസ്ത്രത്തെക്കുറിച്ചല്ല നമ്മൾ പറയണേ. തൻ്റെ ചുറ്റുവട്ടത്തെ, തൻ്റെ ചുറ്റുവട്ട പ്രകൃതിയെ, തൻ്റെ ചുറ്റുവട്ട പരിസരത്തെ മനസ്സിലാക്കാനും അതിൽ പ്രവർത്തിക്കാനും അതിനെ തനിക്ക് അനുകൂലമായി മാറ്റി തീർക്കാനും ഈ മാനവരാശി ഇക്കാലം ആർജിച്ച ഒരു രീതിയുണ്ട്. ആ രീതികളിലൂടെ മാനവരാശി ആർജിച്ചെടുത്ത അറിവും കൂടെ ചേരുന്നതാണ് ശാസ്ത്രം. അതാണ് നമ്മുടെ ശാസ്ത്രം. പക്ഷെ മറ്റേ ശാസ്ത്രം അത് മഹാവിജ്ഞാനി പറയുന്ന, അനുശാസിക്കുന്ന, എല്ലാം ഏറ്റുപറയുന്ന ഒന്നാണ് അവരുടെ ശാസ്ത്രം. ആ ശാസ്ത്രമാണെന്ന് ശാസ്ത്രമായി അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മുനിക്ക് വേണമെങ്കിൽ കാമശാസ്ത്രം എഴുതാം, കുഴപ്പമില്ല. മുനിയാണല്ലോ എഴുതിയേക്കണത്, അതുകൊണ്ട് ഒരു തെറ്റൊന്നും ഉണ്ടാവില്ല. അല്ലെ, മുനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് ആരും ചോദിക്കില്ല. അല്ലെ, ചോദിക്കേണ്ട കാര്യമില്ലോ. മഹാവിജ്ഞാനി എഴുതുന്നതൊക്കെ ശരിയാകുകയാണ്. ഇവിടെയാണ് നേരത്തെ ടീച്ചർ പറഞ്ഞ ആ ഉള്ളടക്കമൊക്കെ അത് ആരാണ് പറയുന്നതെന്നല്ല ശാസ്ത്രം. നോക്കൂ, ഇങ്ങനെ കുട്ടികളിൽ ശാസ്ത്ര പ്രവർത്തനങ്ങളുടെ വളരെ വളരെ അവരെയൊക്കെ ആവേശം കൊള്ളിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ബാലവേദി ഉള്ളടക്കത്തെ നമുക്ക് മാറ്റാനാവണം. നോക്കൂ, ഇതിന് ഈ ബാലവേദി ക്യാമ്പ് എങ്ങനെ പ്രയോജനപ്പെടണം എന്നതാണ് ആലോചിക്കേണ്ടത്. ഞാൻ ഈ പരിപ്രേക്ഷ്യത്തെ കമ്പ് പറയാൻ ശ്രമിച്ചിട്ടില്ല. അത് നിങ്ങൾക്കിപ്പോൾ തരും. അത് വായിക്കണം, ഇനിയും അതിന് കൂട്ടിച്ചേർക്കണം. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും മൗലികമായ ദൗത്യം ഇതാണ് എന്ന കാര്യം ഓർത്തുകൊണ്ട് ഇതെങ്ങനെയാണ് നമ്മുടെ ഓരോ പ്രദേശത്തെയും കുട്ടികളിലേക്ക് എത്തിക്കാനാവുക എന്ന കാര്യം കൂടി ചിന്തിച്ചുകൊണ്ട് ഈ ബാലവേദി ക്യാമ്പ് കഴിയുമ്പോഴേക്കും ഈ ബാലവേദി പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഇനി എത്രയോ കൂടിച്ചേരലുകൾ നമ്മൾ ഇനി സംസ്ഥാന തലത്തിൽ ജില്ലാ തലത്തിലും വരാൻ പോകുന്നു. അതൊക്കെ ചേർത്തായിരിക്കും നമ്മൾ ഇനി തുടർന്ന് ബാലവേദി പ്രവർത്തനങ്ങളിലേക്ക് പോവുക. ഇതതിന്റെ തുടക്കമാണ്. ആ തുടക്കമാണ്, സ്പ്രിംഗ് ബോർഡാണ്. നമ്മൾ കുതിപ്പ് വല എന്നൊക്കെ പറയില്ലേ, ഇതൊരു കുതിപ്പ് വലയാണ്. ഈ കുതിപ്പ് വലയിൽ നാം കുതിക്കും. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഗ്ലൂക്കോസ് ഒക്കെ തരും. പക്ഷെ കുതിക്കാനുള്ളൊരു ഊർജ്ജം ഉണ്ടല്ലോ, അത് ഒരു കുതിപ്പ് വലയായി ഈ ബാലവേദി ക്യാമ്പിനെ കാണണം. അപ്പൊ ആ നിലയിൽ
നമ്മളെല്ലാവരും ചേർന്നിട്ടായിരിക്കും ഇനിയുള്ള ബാലവേദിയുടെ ഉള്ളടക്കത്തെ സമ്പുഷ്ടമാക്കുക, കാലോചിതമായി അതിനെ പരിഷ്കരിക്കുക, അതിന് പറ്റുന്ന ടൂളുകൾ ഡിസൈൻ ചെയ്യുക ഒക്കെ. പക്ഷെ ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്, നമ്മൾ ഒരുമിച്ച് നിന്ന് തുടങ്ങുന്നത്. ജൂൺ 1 കൂടി നമ്മൾ ഈ ദൗത്യം നിർവഹിക്കുന്ന ഇടങ്ങളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ പ്രദേശത്ത്. അതുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജീവിച്ചിരിക്കുന്ന യൂണിറ്റുകൾ ഉള്ളിടത്തെല്ലാം ബാലവേദികൾ ഉദയം കൊള്ളണം. അപ്പോൾ ആ നിലയിലേക്ക് നമുക്ക് ഉയരാം, ഒരുമിക്കാം, അവസാനിപ്പിക്കാം.